ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. നിവിനും വിനീതും കാവേരിയും കൂടി അരവിന്ദനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരദ. യമുനയും നിലയും മുത്തശ്ശിയും ഗംഗയും എല്ലാം പൊട്ടിക്കരയുകയാണ്. അരവിന്ദനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ് കാവേരി അരവിന്ദനെ തട്ടി വിളിക്കുകയാണ്. അച്ഛ അച്ഛ ഒന്ന് എഴുന്നേൽക്കച്ച, ഗംഗ ചേച്ചിയുടെ നിശ്ചയത്തിന് ആൾക്കാരെല്ലാം വന്നു നിൽക്കുക. അച്ഛ, കാവേരി എന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് വിനീത്. കാവേരി പറയുന്നു, കാവേരി അച്ഛ വിളിക്കുന്നത്, എഴുന്നേൽക്കച്ച പ്ലീസ് അച്ഛ. ദൈവമെന്ന് വിളിച്ച് കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് കാവേരി. തുടർന്ന് മുത്തശ്ശി പറയുന്നു, ഇത്തവണ വന്നതിന് ശേഷം എപ്പോഴും അവനൊരു വയ്യായികയായിരുന്നു. ആരും എന്റെ കുഞ്ഞിനെ നോക്കിയില്ലല്ലോ ദൈവമേ. നിശ്ചയത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അവൻ പദ്ധതിയിട്ട് വെച്ചിരുന്നത്. ഇപ്പൊ ആരോടും മിണ്ടാതെ അവൻ പോയ പോക്ക് കണ്ടില്ലേ. ശാരദ പറയുന്നു, ഒന്നും ഉണ്ടാകില്ലമ്മേ. അരവിന്ദേട്ടൻ പോയതിലും ഉഷാറായി തിരിച്ചു വന്ന് നിശ്ചയം നടത്തും. ബിപിയോ മറ്റോ കുറഞ്ഞതായിരിക്കുകയുള്ളൂ. കരയിലെ മോളെന്ന് പറഞ്ഞ ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ് ശാരദ. നിലയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യമുന കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ശാരദയും ഗംഗയെയും നോക്കുകയാണ്. തുടർന്ന് അരവിന്ദനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അരവിന്ദനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ കാവേരി അച്ചാന്ത് തട്ടി വിളിക്കുന്നുണ്ട്. അവർ അരവിന്ദനെ ICUവിലേക്ക് കൊണ്ടുപോവുകയാണ്. കാവേരി പൊട്ടിക്കരയുമ്പോൾ വിനീത് കാവേരി ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. അവിടേക്ക് വന്ന ഡോക്ടർ ചോദിക്കുന്നു, എന്ത് പറ്റിയതാ? വിനീത് പറയുകയാണ്, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സർ. രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഓക്കെ, ഞാൻ നോക്കാന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഡോക്ടർ അരവിന്ദനെ പരിശോധിക്കുകയാണ്. വിനീതും നിവിനും കാവേരിയും ടെൻഷനോടുകൂടി പുറത്തു നിൽക്കുകയാണ്. ഈ സമയം നിശ്ചയത്തിൽ പങ്കെടുക്കാനായി വിശാലും പ്രവീണയും അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രവീണ പറയുന്നു, നമ്മൾ വൈകിയെന്നാ തോന്നുന്നത്. വിശാല് പറയുകയാണ്, ഏയ് വൈകിട്ടൊന്നുമില്ല. അങ്ങനെ അവർ അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി ഇരിക്കുന്നതായി കാണുകയാണ്. സംശയത്തോടുകൂടി വിശാല് ചോദിക്കുന്നു, എന്താ അമ്മ സംഭവിച്ചത്? നോക്കിയേ, എല്ലാവരും കരഞ്ഞിരിക്കുകയാണല്ലോ. വന്നേന്ന് പറഞ്ഞ് വിശാലിനെയും കൂട്ടി ശാരദയുടെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് പ്രവീണ ചോദിക്കുന്നു, എന്താ ശാരദ, എന്തു പറ്റി? യമന പറയുന്നു, അച്ഛൻ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. വിശാല് ചോദിക്കുന്നു, ആരാ കൂടെ പോയത്? ശാരദ പറയുന്നു, വിനീതും നിവിനും ഉണ്ട്, പിന്നെ കാവേരിയും കൂടെ പോയിട്ടുണ്ട്. പ്രവീണ ചോദിക്കുന്നു, അതിനാണോ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അരവിന്ദേട്ടൻ പഴയതിലും ഉഷാറായിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരും. പ്രവീണ അരവിന്ദേട്ടൻ എന്ന് പറഞ്ഞ പ്രവീണയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശാരദ. പ്രവീണ പറയുന്നു, ശാരദേ, നീയല്ലേ ഈ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്, ഒന്ന് കരയാതിരിക്കുക ശാരദേ. യമന ടെൻഷനോടുകൂടി വിശാലിനെ നോക്കുന്നുണ്ട്. വിശാൽ തിരിഞ്ഞ് യമുനയും നോക്കുന്നു. പ്രവീണ പറയുന്നു, മോളെ എല്ലാവരെയും വിളിച്ചോണ്ട് അകത്തേക്ക് പോയെ. അരവിന്ദേട്ടൻ വരുമ്പോൾ എല്ലാവരെയും വഴക്ക് പറയുമേ. മോളെ അകത്ത് പോയിരിക്കുക, അച്ഛനൊന്നും പറ്റത്തില്ല. വാ ശാരദേ, നമുക്ക് അകത്തിരിക്കാന്ന് പറഞ്ഞ ശാരദയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് പ്രവീണ. മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച യമുനയും അകത്തേക്ക് പോകുന്നു. നിള പറയുന്നു, ചേച്ചി പോകാം. ഗംഗ കരഞ്ഞുകൊണ്ട് നിളയെ ചേർത്ത് പിടിക്കുകയാണ്. തുടർന്ന് ICUവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോക്ടർ എന്ന് വിളിച്ച് എല്ലാവരും അരികിലേക്ക് ചെല്ലുകയാണ്. നിവിൻ ചോദിക്കുന്നു, എന്തായി ഡോക്ടർ? അപ്പൊ ഡോക്ടർ പറയുകയാണ്, സോറി, അദ്ദേഹം മരിച്ചിട്ട് കുറച്ചു നേരമായി. ഇത് കേട്ട് ഉറക്കെ അച്ഛാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് അവിടേക്ക് ഇരിക്കുകയാണ് കാവേരി. കണ്ടു നിറങ്ങി നിൽക്കുന്ന വിനീതിനെ ചേർത്ത് പിടിക്കുകയാണ് നിവിൻ. തുടർന്ന് എല്ലാവരും ഭയത്തോടു കൂടി ഇരിക്കുമ്പോൾ പ്രവീണ പറയുന്നു, വിഷമിക്കേണ്ട കേട്ടോ, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഒരു കുഴപ്പവും വരില്ല. ഈ സമയം ആംബുലൻസ് വീട്ടിലേക്ക് വരികയാണ്. ആംബുലൻസിന്റെ ഹോണടി കേട്ട് എല്ലാവരും പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. വിശാലും മുറ്റത്ത് നിൽക്കുന്ന കുറെ ആൾക്കാരും ആംബുലൻസിന്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. വിശാല് വിനീതിനെ നോക്കുമ്പോൾ വിശാലിന്റെ തോളിൽ കൈവച്ച് അരവിന്ദൻ മരിച്ചുവെന്ന് കണ്ടുകൊണ്ട് കാണിക്കുകയാണ് വിനീത്. അരവിന്ദന്റെ ബോഡി ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ ശാരദ പുറത്തേക്ക് ഓടി വരികയാണ്. പിന്നാലെ പ്രവീണയും ഓടി വരുന്നു. ശാരദ ഞെട്ടി കണ്ടു നിറങ്ങി നിൽക്കുമ്പോൾ കരയുകൊണ്ട് ശാരദയെ നോക്കുകയാണ് കാവേരിയും വിനീതും നിവിനും വിശാലും. ശാരദ അരവിന്ദന്റെ ബോഡിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞ് അരവിന്ദേട്ടാന്ന് വിളിക്കുകയാണ്. പുറത്തേക്ക് ഓടി വന്ന ഗംഗ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ശാരദ ചോദിക്കുന്നു, അച്ഛൻ എന്താ പറ്റിയത്? എന്താ പറ്റിയേ പറ, എന്താ നീ ഇങ്ങനെ കരയുന്നത്? കാവേരി പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് കുനിങ്ങി നിൽക്കുകയാണ് വിനീത്. ശാരദ ചോദിക്കുന്നു, എന്താ പറ്റിയത്? അരവിന്ദേട്ടൻ എന്താ എഴുന്നേൽക്കാത്തത്? ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറഞ്ഞു വിട്ടത്? പറ അരവിന്ദേട്ടാ. അരവിന്ദേട്ട വീടെത്തി, കണ്ണു തുറക്ക് അരവിന്ദേട്ടാ. അച്ഛാന്ന് ഉറക്ക വിളിച്ച് പൊട്ടിക്കരഞ്ഞ് അരികിലേക്ക് ഓടി വരികയാണ് ഗംഗ. ഗംഗ ചോദിക്കുന്നു, അച്ഛൻ എന്തു പറ്റി? ശാരദ പറയുകയാണ്, നോക്ക് അരവിന്ദേട്ട, നമ്മുടെ മോളെ കണ്ടില്ലേ അരവിന്ദേട്ട? നമ്മുടെ മോള് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അരികിലേക്ക് വന്ന മുത്തശ്ശി എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ച് ഉറക്ക പൊട്ടിക്കരയുകയാണ്. അവിടെ ഓടി വന്ന യമുനയും നിലയും അച്ഛാന്ന് വിളിച്ച് ഉറക്ക പൊട്ടിക്കരയുകയാണ്. നെഞ്ചത്തടിച്ച് കരയുന്ന മുത്തശ്ശി പറയുന്നു, എന്റെ പൊന്നുമോന് പകരം എന്നെ അങ്ങ് എടുത്തുകൂടായിരുന്നോ? ഇതൊക്കെ കാണാനായി ഈ കിളവി എന്തിനാ ഭഗവാനെ ഇട്ടേക്കുന്നത്? ഈ സമയം കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കുന്ന ശാരദ അരവിന്ദേട്ടാന്ന് വിളിച്ച് ബോധം കെട്ട് വീഴുകയാണ്. അയ്യോ അമ്മ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് ഗംഗയും കാവേരിയും നിളയും യമുനയും. പ്രവീണ പറയുന്നു, ശാരദേ എഴുന്നേൽക്ക്. അരവിന്ദന്റെ ബോഡി അകത്തേക്ക് കൊണ്ടുപോകുന്ന നിവിനും വിനീതും കണ്ണു നിറഞ്ഞ് ശാരദയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശാരദയുടെ മുഖത്തേക്ക് വെള്ളം എടുത്ത് കുടയുമ്പോൾ ശാരദ പതിയെ കണ്ണു തുറക്കുകയാണ്. പ്രവീണ പറയുന്നു, ശാരദേ എഴുന്നേൽക്ക് ശാരദേ. പൊട്ടിക്കരഞ്ഞ ശാരദ പറയുന്നു, പ്രവീണെ അരവിന്ദേട്ടൻ പോയി. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞ
ശാരദയെ ചേർത്ത് പിടിക്കുകയാണ് പ്രവീണ. ശാരദ പറയുന്നു, കല്യാണം നടത്തണമെന്നുള്ളത് അരവിന്ദേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നടത്താതെ പോകാൻ പറ്റുമോ? ഒരു ദിവസം പോലും ഞങ്ങളോട് സംസാരിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യനാ. അങ്ങനെ നെഞ്ചത്തടിച്ച് കരയുകയാണ് ശാരദ. അയ്യോ അമ്മയെന്ന് വിളിച്ച് കയ്യിൽ കയറി പിടിക്കുകയാണ് കാവേരി. ശാരദ പറയുന്നു, ആ മനുഷ്യന് പെട്ടെന്ന് ഞങ്ങളെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? അരവിന്ദേട്ട, അമ്മേ എന്റെ അരവിന്ദേട്ടൻ എവിടെ? അയ്യോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ശാരദ പതിയെ അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ ശാരദയെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കാവേരിയും ഗംഗയും യമുനയും നിളയും പ്രവീണയും എല്ലാം. തുടർന്ന് അരവിന്ദന്റെ ബോഡിയുടെ അരികിലിരുന്ന് എല്ലാവരും പൊട്ടിക്കരയുകയാണ്. നിവിൻ വിഷമത്തോടുകൂടി കാവേരിയെ നോക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു, അരവിന്ദ പൊന്നുമോനെ എന്തിനായിരുന്നടാ ഇത്ര തിടുക്കം? ആർക്കും വേണ്ടാത്ത ഒരു കിളവി ഇവിടെ കിടക്കുന്നില്ലായിരുന്നോടാ? നിനക്ക് മരിക്കേണ്ട പ്രായമായില്ലല്ലോടാ പൊന്നുമോനെ. ശാരദ പറയുന്നു, അരവിന്ദേട്ട നമ്മുടെ ഗംഗമോളുടെ നിശ്ചയമാണെന്ന്. അരവിന്ദേട്ടന്റെ ആഗ്രഹമായിരുന്നില്ലേ അരവിന്ദേട്ട? ഈ 4 പിള്ളേരെയും കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും അരവിന്ദേട്ട? പ്രവീണ വിശാലിനെ അരികിൽ വിളിച്ചിട്ട് പതിയെ പറയുന്നു, ഏട്ടനോട്. ഇത് കേട്ട് മൂളി വിശാല് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് മാറി നിന്ന് ജയപാലന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിശാല്. കാറിൽ അരവിന്ദന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജയപാലൻ. ഫോൺ അറ്റൻഡ് ചെയ്ത് ജയപാലൻ പറയുന്നു, പറയടാ മോനെ. വിശാല് ചോദിക്കുന്നു, അച്ഛനിപ്പോ എവിടെയാ? ജയപാലൻ പറയുന്നു, എടാ ഞാൻ നിശ്ചയത്തിന് വന്നോണ്ടിരിക്കുകയാടാ. എന്തു പറ്റി നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അവിടെ? വിശാല് പറയുന്നു, അച്ഛാ അരവിന്ദൻ അങ്കിൾ. ജയപാലൻ ചോദിക്കുന്നു, എന്താ അരവിന്ദന്? കണ്ണു നിറങ്ങിയ വിശാല് പറയുന്നു, അരവിന്ദൻ അങ്കിൾ മരിച്ചച്ച. ഞെട്ടി കണ്ണു നിറങ്ങിയ ഉറക്കെ അരവിന്ദാന്ന് വിളിക്കുകയാണ് ജയപാലൻ. ഡ്രൈവർ വണ്ടി സൈഡിലേക്ക് നിർത്തുകയാണ്. വിശ്വസിക്കാനാകാതെ ജയപാലൻ ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞത്? വിശാല് പറയുകയാണ്, അരവിന്ദൻ അങ്കിള് മരിച്ചച്ച. വിശ്വസിക്കാനാകാതെ കണ്ണു നിറങ്ങിയിരിക്കുകയാണ് ജയപാലൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന്റെ ഫ്ലെക്സ് എടുത്തു മാറ്റി അരവിന്ദൻ 59 ആദരാഞ്ജലി എന്നുള്ള അരവിന്ദന്റെ ഫോട്ടോ ഉള്ള പോസ്റ്റർ ഒട്ടിക്കുകയാണ് അവിടെ. ഈ സമയം റൂമിലേക്ക് വന്ന ഗംഗ പൊട്ടിക്കരഞ്ഞ് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ്. ജനലിന്റെ അരികിലേക്ക് വന്ന വിനീത് ഗംഗയെ നോക്കുകയാണ്. ഈ സമയം ഗംഗേച്ചിന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് വന്ന കാവേരി ഗംഗയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. കാവേരിയുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്ന് ഗംഗ പറയുന്നു, ഞാൻ കാരണമല്ലേ എന്റെ അച്ഛൻ മരിച്ചത്? അതെ ഞാൻ കാരണമാ. ഞാനല്ലേ എന്റെ അച്ഛനെ കൊന്നത്? കാവേരി പറയുന്നു, ഇല്ല ചേച്ചി, ചേച്ചി എന്താ ഈ പറയുന്നത്? അങ്ങനെ കാവേരി ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വിനീത്. സുജാതയും ഗീതയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിനീതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അരവിന്ദന്റെ മരണം അറിയാതെ അരവിന്ദനെയും ശാരദയും ഗംഗയും എല്ലാം കുറ്റപ്പെടുത്തുകയാണ്. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾക്ക് സഹായം ചെയ്യാനായി നീ എന്തിനാ പോയത്? ആ വീട്ടു ജോലി ചെയ്യേണ്ട കാര്യം നിനക്ക് എന്താന്നൊക്കെ ചോദിച്ച് സുജാത ദേഷ്യപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് വിനീത് അരവിന്ദന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. അയ്യോ അരവിന്ദേട്ടാന്ന് വിളിച്ച നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് സുജാത അരവിന്ദന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിപ്പോവുകയാണ് ഗീതയും വിനീതും. തുടർന്ന് അരവിന്ദന്റെ മരണം അറിഞ്ഞ് വിശ്വസിക്കാനാകാതെ വീട്ടിലേക്ക് വന്ന ജയപാലൻ ഉറക്കെ കരഞ്ഞ് അരവിന്ദാന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരികയാണ്. അരവിന്ദന്റെ ബോഡി കണ്ട് അവിടേക്കിരുന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയാണ് ജയപാലൻ. വിശാലും കൂടെയുള്ളവരും ജയപാലനെ താങ്ങി പിടിക്കുകയാണ്. ജയപാലേട്ടാന്ന് വിളിച്ച് ശാരദയും പ്രവീണയും കരയുമ്പോൾ കാവേരിയും മറ്റെല്ലാവരും കരഞ്ഞുകൊണ്ട് ജയപാലനെ നോക്കുകയാണ്. അരവിന്ദന്റെ മരണം ജയപാലനെ ഞെട്ടിച്ചുവെങ്കിലും തന്റെ ചതി താങ്ങാനാകാതെയാണ് അരവിന്ദൻ മരിച്ചതെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാനായി അരവിന്ദനോടുള്ള സ്നേഹം കാണിച്ച് തകർത്തഭിനയിക്കുകയാണ് ജയപാലൻ. അരവിന്ദന്റെ ചടങ്ങുകൾക്കെല്ലാം ശേഷം കാവേരി ജയപാലന്റെ കൊടുംചതി തിരിച്ചറിയും. തീമഴയായി ജയപാലന്റെ മുന്നിലേക്ക് കാവേരി എത്തും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്